ഒരേത്തയ്ക്കായും 3 ആടുമുണ്ട്. എങ്ങനെ തുല്യമായിട്ട് വീതിക്കും? ഒരേത്തയ്ക്ക 3ആയിട്ട് കട്ട് ചെയ്താൽ പോരെ? ശരിയാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിലും ബുദ്ധി ഇച്ചിരി കുറവാണെങ്കിലും വിവരം ഇച്ചിരി കൂടുതലായിട്ടോ. അങ്ങനെ ദേണ്ട 3 ഏത്തയ്ക്കായും കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ ആടിന് ആദ്യം കൊടുത്തു കേട്ടോ. അത് ഇച്ചിരി പെശകാണ്. അത് പിന്നെയും വന്നു. ഞാൻ കൊടുക്കുവോ? കൊടുത്തില്ല. അടുത്തതിന് കൊടുക്കണ്ടേ? അങ്ങനെ ദേണ്ട അടുത്തിരുന്നൂടെ കടിക്കാൻ വേണ്ടി വന്നിട്ട് ഞാനെടുത്ത് മാറ്റി. എനിക്ക് ഇച്ചിരി കുശുമ്പ് കൂടുതലാണേ. അങ്ങനെ മെറ്റവക്ക് അമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല കറുത്തവൾ വരുമെന്ന് വിചാരിച്ച് നിന്നിട്ട് അവൾ വന്നില്ല. ആദ്യം വന്നവൾ അതും തിന്നുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. മറ്റേത് പുല്ലും തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, വിധിയില്ല. അങ്ങനെ ദേണ്ട 3 എണ്ണത്തിനും കൊടുക്കാൻ പറ്റിയില്ല, 2 എണ്ണത്തിന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലെ പഴക്കൊല പഴുത്തത് നമ്മൾ അറിഞ്ഞത്. വിളഞ്ഞു, ഒരെണ്ണം പഴുത്തു. ഒരെണ്ണം പഴുത്തത് അത് കേട് വന്നിട്ടുണ്ട്. എന്ത് പറ്റിയതാണെന്നറിയില്ല. ഇതിന് മുന്നേ ഒരെണ്ണം നമുക്ക് കിട്ടിയായിരുന്നു, ഒരു കൊല. അത് ഓൾറെഡി ഇതിനേക്കാളും കുറച്ച് അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. എല്ലാം അമ്മ നട്ട് വളർത്തിയ അമ്മയുടെ വാഴക്കുട്ടികളാണ്. കാരണം ഞങ്ങളെക്കൊണ്ട് ഉപയോഗമില്ലെങ്കിൽ ഇതിനെക്കൊണ്ട് നല്ല ഉപയോഗമാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ദേണ്ട ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്കറിയില്ല, വേണമെങ്കിൽ പറഞ്ഞു തരാം. അങ്ങനെ ദേണ്ടേ അതിൻ്റെ പിണ്ടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അത് വാഴ ബാക്കി വെട്ടിയിട്ട് അതിൻ്റെ ലെയർ ബൈ ലെയർ ആയിട്ടുണ്ടാവും. അത് നമ്മൾ കളയുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് എടുക്കുക. അങ്ങനെ അമ്മ പിച്ചാത്തിക്കൊന്ന് പോറിയിട്ട് അത് ലെയർ ബൈ ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല, ഉള്ളിലിരിക്കുന്നത് മാത്രം മതി. അങ്ങനെ ദേണ്ട അത്യാവശ്യം നല്ല കറയുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ പോകാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അയലത്തേക്കേ പോയില്ല. അങ്ങനെ ചെറിയ പീസാക്കി അമ്മ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നാളെ പയറിട്ട് തോരൻ വയ്ക്കും. അങ്ങനെ പിണ്ടി തോരൻ കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് അടുത്ത വാഴ കൊലച്ചിട്ടുണ്ടെന്നറിഞ്ഞത്. അത് വിളഞ്ഞിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പം വെട്ടിയാൽ അത് ചീത്തയായി പോവും. അങ്ങനെ മറ്റേതെടുത്തത് ആദൂന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവനാണ് ഇനി അത് കൊണ്ടുവയ്ക്കുന്നത്.